ഇന്ന് നമുക്ക് നോക്കാം മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സകളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഏകദേശം 45 മില്യൺ ആൾക്കാർ ഒരു കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. എന്താണ് പുരുഷവന്ധ്യതയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. സെമൻ ഇജാക്കുലേഷനിൽ എന്തെങ്കിലും ഒരു തടസ്സം പോലെ തോന്നുക, അതല്ലെങ്കിൽ അതിൻ്റെ വോളിയം കുറവായിട്ട് തോന്നുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ. ഇനി പുരുഷവന്ധ്യതയുടെ കാരണങ്ങളൊന്ന് നോക്കാം. നമ്മൾ എക്സ്റേയുടെ ഒക്കെ റേസ് ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്നവർക്ക് ഒക്കെ ഈ ഒരു പുരുഷവന്ധ്യത ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. പുരുഷവന്ധ്യതയുടെ ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. അധികമായിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് യോഗ അതല്ലെങ്കിൽ മെഡിറ്റേഷൻ നമുക്ക് ശീലമാക്കാം. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ആഹാരം, എക്സസൈസ് ഇതും കൂടെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആയുർവേദത്തിൽ ഒട്ടനവധി ഡ്രഗ്സുകളുണ്ട്. അതായത് അശ്വഗന്ധ, ശതാവരി, ഗോക്ഷൂര, മുസ്ലി തുടങ്ങിയ ഒട്ടനവധി മെഡിസിൻസ്. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു രസായന എഫക്റ്റാണ് കൊടുക്കുന്നത്.